എല്ലാവരും നല്ലതുപോലെ ഓണം ആഘോഷിക്കുമെന്ന് വിചാരിക്കുന്നു. ഓണത്തിരക്കൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇവിടെയും നല്ലതുപോലെ ഞങ്ങൾ ഓണം ആഘോഷിച്ചു. ഇത്തവണ ഫ്രണ്ട്സിൻ്റെ കൂടെയായിരുന്നു. നാട്ടിൽ ആഘോഷിക്കുന്ന പോലെ വരില്ല, ബട്ട് സ്റ്റിൽ ഞങ്ങൾ എൻജോയ് ചെയ്തു. ഓണത്തിരക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മടി പിടിച്ചിരിക്കുമ്പോഴാണ് ഇന്ന് എന്താ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കാലത്ത് മാർക്കറ്റിൽ പോയ സമയത്ത് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള എന്താ പറയുക മേത്തി ലീവ്സ് കിട്ടി, അതായത് നമ്മുടെ വെന്തയ ചീര. പിന്നെ കിച്ചണിൽ കുറച്ച് തപ്പി നോക്കിയപ്പോൾ എന്താ പറയുക നമ്മുടെ പൊട്ടറ്റോസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടെ സബ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ആലൂ മേത്തി എന്ന് പറഞ്ഞിട്ട് യൂഷ്വലി എന്താ പറയുക ചപ്പാത്തിയുടെ കഴിക്കാനായിട്ട് നല്ലൊരു ഡിഷാണിത്. ഇവിടെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതൊന്ന് റെക്കോർഡ് ചെയ്ത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊന്ന് കണ്ടു നോക്കാൻ നോക്കുന്നു. ഇവിടെ മേത്തി ലീവ്സ് ആദ്യം നല്ലതുപോലെ ഞാൻ കഴുകിയിട്ടുണ്ട്. 3-4 തവണ കഴുകണം, അതിൽ ചിലപ്പോൾ അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലതുപോലെ ഞാനത് കഴുകി വെച്ചിട്ടുണ്ട്. വാട്ടറെല്ലാം ഡ്രെയിൻ ചെയ്ത് നല്ലതുപോലെ കഴുകി ഇനി ഞാൻ റഫ്ലി ചോപ്പ് ചെയ്യാണ്. നമ്മൾ സാധാരണ ചെറുതായി ചീരയൊക്കെ അരിയുന്നത് പോലെ ചെറുതായി അരിയാം. ഈ ഡിഷ് ആക്ച്വലി നമുക്ക് വേഗം പ്രിപ്പയറും ചെയ്യാം. അതുപോലെ ഒരു ഡ്രൈ ആയിട്ടുള്ള സബ്ജിയാണ്. നമുക്ക് ലഞ്ച് ബോക്സിലൂടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഓഫീസിലേക്കൊക്കെ കൊടുത്തുകൂടെ, ചപ്പാത്തിയിലൂടെ കൊടുത്തുകൂടെ നല്ലൊരു ഇതാണ്. എന്നുവെച്ചാൽ ഈസിയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ. കൂടുതൽ ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. ഉള്ളി അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് ചീരയും പിന്നെ പൊട്ടറ്റോ എന്തെങ്കിലും നമുക്ക് വേഗം തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാം. കാലത്തൊക്കെ ഈസി ആയിട്ട് നമുക്കിത് എന്താ പറയുക ലഞ്ച് ബോക്സിനോടെ കൊടുത്തുകൂടെ പറ്റിയ ഒരു ഐറ്റം ആയിരിക്കും ഇത്. ഞാൻ എല്ലാ ചീരയും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം ഇതൊരു 1.5 കപ്പ് 2 കപ്പോളം ഉണ്ടാവും. സോ അതിനുവേണ്ടി നമുക്ക് 2 എന്താ പറയുക മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ മതിയാവും. അപ്പോൾ നമുക്കിനി ഇത് പീൽ ചെയ്ത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാം. പൊട്ടറ്റോ ഞാൻ പീൽ ചെയ്യാണ്. പീൽ ചെയ്ത് എന്താ പറയുക ചെറിയ ക്യൂബ്സ് ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആക്ച്വലി ഇതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എന്താ പറയുക സമയമില്ലാത്തപ്പോഴൊക്കെ വേഗം ഉണ്ടാക്കാനും പറ്റും. മേത്തി ആയതുകൊണ്ട് കുട്ടികൾക്കെല്ലാം ഹെൽത്തിയാണ്, കഴിക്കാനും ടേസ്റ്റി ഉള്ളൊരു ഡിഷാണിത്. പൊട്ടറ്റോ ഞാൻ പീൽ ചെയ്തു, കഴുകി. അതിനുശേഷം നമുക്കിനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിക്കാം. നമ്മൾ പൊട്ടറ്റോ ഇത് ജസ്റ്റ് ഫ്രൈ ചെയ്യുന്നുള്ളൂ, എന്താ പറയുക ബോയിൽ ചെയ്ത് എടുക്കുന്നില്ല. അപ്പോൾ ഇത് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് വേഗം തന്നെ ഇത് പാനിലിട്ട് ഫ്രൈ ചെയ്യാൻ എളുപ്പമുണ്ടാവും. അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ബോയിൽ ചെയ്ത് എടുക്കാം. ഞാൻ ബോയിൽ ചെയ്യുന്നില്ല, ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിട്ടുള്ള ഓയിൽ യൂസ് ചെയ്യാം. എന്ത് കുക്കിംഗ് ഓയിൽ ആയാലും കുഴപ്പമില്ല. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ മസ്റ്റർഡ് സീഡ്സും കടുകും അതുപോലെ തന്നെ നമ്മൾ ജീരകം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അതിനുശേഷം കടുകും ജീരകവും നമുക്ക് ആഡ് ചെയ്യാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കടുക് ആഡ് ചെയ്തു, കുറച്ച് ജീരകം. അതിനുശേഷം 2 വെളുത്തുള്ളി ചതച്ചത്, ഒരു 2 പച്ചമുളക് ഞാൻ നീളത്തിലായിട്ടാണ് ആഡ് ചെയ്തത്. ചെറുതായി ചോപ്പ് ചെയ്ത് വേണമെങ്കിലും അത് ആഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോസ് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മതിയാവും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തു. ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ്സ് മതിയാവും. ഒന്നിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. പൊട്ടറ്റോസ് എന്താ പറയുക നന്നായി സോഫ്റ്റായി വരുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ഒരു 2 to 4 മിനിറ്റ്സിനുള്ളിൽ ഇത് ആവും. ആവശ്യത്തിനുള്ള ഉപ്പും ഇപ്പം ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് നമുക്ക് കവർ ചെയ്ത് കുറച്ച് നേരം കുക്ക് ചെയ്യാം. ഞാൻ ഇതിലോട്ട് കുറച്ച് എന്താ പറയുക നമ്മുടെ റെഡ് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യുന്നുണ്ട്. പിസ്സ മേടിച്ച സമയത്ത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതില്ലെങ്കിൽ ആഡ് ചെയ്യണ്ട, അല്ലെങ്കിൽ മുളക് പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഓപ്ഷനിലാണ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് എന്താ പറയുക ഗ്രീൻ ചില്ലി ഉണ്ട്, അപ്പോൾ അതിൻ്റെ എരിവ് തന്നെ മതിയാവും. ഞാൻ ഉള്ളത് കൊണ്ട് ഇത് ആഡ് ചെയ്യണമെന്ന് മാത്രം. ഇത് കുറച്ച്, അതോടൊപ്പം തന്നെ ഒരു പിഞ്ച് കായപ്പൊടി, ജസ്റ്റ് ഒരു പിഞ്ച് മതി, അതും ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ പൊട്ടറ്റോസ് നല്ലപോലെ സോഫ്റ്റായി നല്ലപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ചോപ്പ് ചെയ്ത് വെച്ച മെത്തി ലീവ്സ് ആഡ് ചെയ്യാം. മെത്തി ലീവ്സ് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് ഇല വാടി കിട്ടിയാൽ മാത്രം മതി, നല്ലൊരു സ്മെൽ അതിൻ്റെ വരും. ഒന്ന് വാടി കിട്ടിയത് നമുക്കിത് ഓഫ് ചെയ്യാം.
പച്ചമുളക് മാത്രം ഇട്ട് ചെയ്യാനും പറ്റും, അല്ല കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇതുപോലെ കുറച്ച് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സും എന്താ പറയുക നമ്മുടെ എരിവിനനുസരിച്ച് അത് ആഡ് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയല്ല. നമ്മളുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ മേത്തിയുടെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ആ ഫ്രൈ ആയി കിട്ടിയതിൻ്റെ ഉരുളക്കിഴങ്ങിൻ്റെ സ്മെല്ലും അതുപോലെ മേത്തിയുടെ സ്മെല്ല് നന്നായി വരുന്നുണ്ട്. നമുക്ക് ഇത് ഓഫ് ചെയ്യാം. സോ ഈ ആലു മേത്തി എന്നുള്ള ഈ ഡിഷ് എന്താ പറയുക, മഞ്ഞൾപ്പൊടി അതുപോലെ റെഡ് ചില്ലി ഇതൊന്നും ഇല്ലാതെ വെറുതെ പച്ചമുളക് മാത്രം ഇട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ എരിവിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുക കുറയ്ക്കുക ചെയ്യുക. അതുപോലെ റെഡ് ചില്ലീസോ അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സോ നമുക്ക് വേണമെങ്കിൽ അത് ആഡ് ചെയ്ത് നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാം. ഇത് ആക്ച്വലി ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായിരിക്കും നല്ലത്. റൈസിൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ വേറൊരു കറി ഐറ്റം കൂടെ വേണമെന്നേ ഉള്ളൂ. ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിൽ ഇത് മാത്രം മതി, നമുക്ക് കഴിക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്. ലവ് യു ആൾ.